ഒരു പെർട്ടിക്കുലർ തിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴോ ഒരു പെർട്ടിക്കുലർ തിങ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴോ ജസ്റ്റ് ഓൾവേസ് ചെക്ക് ദാറ്റ് കണ്ടീഷൻസ് സ്യൂട്ട് ആണോ എന്നുള്ളത്. കണ്ടീഷൻസ് സ്യൂട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലീവ്. റീസൺ എന്താ അറിയോ? അധിക തിങ്ങും അധിക സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം ലോങ് ടേം ആണ്. ദ ഗോൾ ഷുഡ് ബി ലോങ് ടേം. ലോങ് ടേം ആവണം എന്നല്ല, ദ ഗോൾ ഷുഡ് ബി ദ ലോങ് ടേം. ലോങ് ടേം ആവുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്ട് വലുതാവുക, റിസൾട്ട് വലുതാവുക, റിവാർഡ് വലുതാവുക. പക്ഷെ അവിടെ കണ്ടീഷൻസ് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ ഒന്നും നോക്കരുത്, ലീവ് ചെയ്യാം. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സുഖമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. ചില കണ്ടീഷൻസ് ഉണ്ട് ചില ആൾക്കാർക്ക്. ഇറ്റ് മേ ബി എത്തിക്കലി, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്രോത്ത് ബേസ്ഡ് ആവാം, ഫാമിലി സിറ്റുവേഷൻ ബേസ്ഡ് ആവാം, ഫ്രീഡം ബേസ്ഡ് ആവാം. അപ്പോ ആ സിറ്റുവേഷൻ, ആ ഒരു കണ്ടീഷൻസ് ഒന്നും സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്യാന്നുള്ളതാണ്. ഈ അധികം ആൾക്ക് കൺഫ്യൂഷൻ പറ്റി ഫ്രീഡം ബേസ്ഡ്. ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട്, ഫ്രീഡം ഉണ്ടാവുന്നത് കൊണ്ട് സ്ട്രെസ് കുറയുന്നോ, ഇല്ലാത്തത് കൊണ്ട് സ്ട്രെസ് കൂടുതലോ അല്ല. സ്ട്രെസ്സും ഫ്രീഡവും തമ്മിൽ ഒരു ബന്ധമില്ല. ചില ആൾക്ക് ചില കാര്യങ്ങൾക്ക് ഫ്രീഡം വേണം, ചില ആൾക്കാർക്ക് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ശ്വാസം മുട്ടും. തിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സിറ്റുവേഷനോ റിലേഷനോ വർക്കോ അതോ ഇതോ എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇറ്റ്സ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോ അവിടെ നിങ്ങളുടെ പെർട്ടിക്കുലർ കണ്ടീഷൻ മടിയൊന്നും വരരുത് ഇതിന്റെ ഇടയിൽ. അത് കണ്ടീഷനിൽ പെട്ടതല്ല. പെർട്ടിക്കുലർ കണ്ടീഷൻസ് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ്, എത്രയും പെട്ടെന്ന് ലീവ് ചെയ്യുക. കാരണം അവർക്കും ആ തിങ്ങിനോ നിങ്ങളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, നിങ്ങൾക്കും അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം അവിടെ തുടക്കത്തിൽ തന്നെ ഒരു ക്ലാഷ് വന്നു. സോ ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഈസ് ലീവ്.